പണ്ട് ടു കൺട്രീസ് എന്ന് പറയുന്ന മൂവി ഇറങ്ങിയപ്പോൾ അതിനകത്തൊരു പാട്ട് സീനിൽ നയാഗ്ര ഫോൾസ് കാണിക്കുന്നുണ്ട്. അതൊന്ന് കണ്ടപ്പോൾ തന്നെ ഉറപ്പിച്ചതാണ്, കാനഡയിൽ കാലുകുത്തിക്കഴിഞ്ഞ് ആദ്യം പോയി കാണുന്നത് ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഈ നയാഗ്ര ഫോൾസ് ആയിരിക്കുമെന്നത്. അങ്ങനെ ഒരു വിൻ്റർ ടൈമിലാണ് ഞാൻ ആദ്യമായിട്ട് ഈ നയാഗ്ര ഫോൾസ് വന്ന് കാണുന്നത്. ഇത് ഈ 2024 ഒരു സമ്മർ ടൈമിൽ ഞാൻ വന്ന് കണ്ട നയാഗ്ര ഫോൾസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഒന്നിച്ച് കാണാൻ പോകുന്നത്. കാനഡയുടെ സൈഡിലുള്ള ഈ ഹോഴ്സ്യൂ ഫാൾസും US-ൻ്റെ സൈഡിലുള്ള അമേരിക്കൻ ഫാൾസും അതുപോലെ തന്നെ ബ്രൈഡൽ വെയിൽ ഫാൾസോടെ കൂടി 3 വെള്ളച്ചാട്ടങ്ങളാണ് നയാഗ്ര നമുക്ക് സമ്മാനിക്കുന്നത്. ഈ 3 വെള്ളച്ചാട്ടങ്ങളിൽ ഏറ്റവും വലുത് ഹോഴ്സ്യൂ ഫാൾസ് ആണ്. ഹോഴ്സ്യൂ ഫാൾസിനെ തന്നെയാണ് നമ്മൾ കനേഡിയൻ ഫാൾസ് എന്ന് വിളിക്കുന്നതും. ഈ കനേഡിയൻ ഫാൾസ് ആണ് കാനഡയുടെയും അമേരിക്കയുടെയും അതിർത്തി പങ്കിടുന്നത്. നയാഗ്ര വാട്ടർഫോൾസ് ഈ ലോകം മുഴുവൻ പ്രസിദ്ധമായത് ഇതിൻ്റെ ഈ ഒരു സൗന്ദര്യം കൊണ്ട് മാത്രമല്ല, വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വാട്ടർഫോൾസും കൂടിയാണിത്. ഒരു 10 നില കെട്ടിടത്തിൻ്റെ ഉയരത്തിൽ നിന്നും 6 ദശലക്ഷം ഘനയടി വെള്ളമാണ് ഓരോ മിനിറ്റിലും ഇങ്ങോട്ട് വന്ന് വീഴുന്നത്. സമ്മർ ടൈമിലായാലും വിൻ്റർ ടൈമിലായാലും നല്ല തിരക്കുള്ളൊരു സ്ഥലമാണ് കേട്ടോ നയാഗ്ര ഫോൾസ്. US-ൽ നിന്നും കാനഡയിൽ നിന്നുമായിട്ട് ഏകദേശം 20 മില്യണിലധികം ആളുകളാണ് ഓരോ വർഷവും ഈ ഫോൾസ് വന്ന് കാണുന്നത്. ഏത് സീസണിലായാലും നമുക്ക് കണ്ണെടുക്കാൻ പോലും തോന്നാത്ത അത്രയും ഭംഗിയാണ് ഈ വാട്ടർഫോൾസിന്. വിൻ്റർ ടൈമിൽ ഈ കുത്തി ഒലിച്ചു വരുന്ന ഈ വെള്ളം മുഴുവൻ ഐസായിട്ട് ഉറഞ്ഞിരിക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. 57 മീറ്ററാണ് ഈ ഹോഴ്സ്യൂ വെള്ളച്ചാട്ടത്തിൻ്റെ ഉയരം. അറിയാതെ എങ്ങാനും നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിൽ വീണു പോയി കഴിഞ്ഞാൽ ജീവൻ പോകാനുള്ള ചാൻസാണ് കൂടുതൽ. അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ വാട്ടർഫോൾസിനെ ചലഞ്ച് ചെയ്തിട്ടുള്ള ധാരാളം ആളുകളുണ്ടായിരുന്നു ഇവിടെ. 1901 മിഷിഗണിൽ നിന്നുള്ളൊരു സ്കൂൾ ടീച്ചർ ആനി എഡിസൺ ടൈലർ ഒരു വുഡൻ ബാരലിനകത്ത് കയറിയിരുന്ന് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ താഴേക്ക് പതിച്ചത്. ചെറിയൊരു ബ്ലീഡിങ്ങോട് കൂടി പുള്ളിക്കാരി അന്ന് രക്ഷപ്പെട്ടു. എന്തായാലും ഈ പബ്ലിസിറ്റി സ്റ്റണ്ട് ചെയ്യുമ്പോൾ പുള്ളിക്കാരിയുടെ പ്രായം 63 വയസ്സായിരുന്നു. മറ്റു പലരും ഇതുപോലുള്ള പബ്ലിസിറ്റി സ്റ്റണ്ടുകൾ ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറേ ആളുകൾ സർവൈവ് ചെയ്യുകയും കുറേ ആളുകൾ മരണപ്പെടുകയുമാണ് ചെയ്തത്. പല വിധത്തിൽ നമുക്ക് നയാഗ്ര ഫോൾസ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളിൽ അധികം ആളുകളും ഇതുപോലെ ബോട്ട് റൈഡ് എടുക്കുന്നതാണ് പതിവ്. ഇത് ഒരു രക്ഷയുമില്ലാത്ത എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഈ ബോട്ടിൽ നമ്മളെ കൊണ്ടുപോകുന്ന ആ വാട്ടർഫോൾസിൻ്റെ തൊട്ടരികിലേക്കാണ്. നല്ലപോലെ നനഞ്ഞു കുളിച്ച് വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ നിന്നുള്ള വ്യൂ നമുക്ക് ആവോളം ആസ്വദിക്കാൻ പറ്റും. നമ്മൾ ഈ കാണുന്നത് കാനഡയുടെ സൈഡിൽ നിന്നുള്ള ബോട്ടാണ്. ചുവപ്പ് നിറത്തിലുള്ള റെയിൻകോട്ടാണ് കാനഡയിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾക്ക് കൊടുക്കുന്നത്. ബോട്ട് യാത്ര മാത്രമല്ല കേട്ടോ, നമുക്ക് പല രീതിയിൽ നയാഗ്ര ഫോൾസിൻ്റെ വ്യൂ ആസ്വദിക്കാൻ പറ്റും. ഹെലികോപ്റ്റർ ടൂറുകളും ഒബ്സർവേഷൻ ഡെക്കിൽ നിന്നുള്ള കാഴ്ചകളും വാട്ടർഫോൾസിലേക്ക് വ്യൂ ഉള്ള ഏതെങ്കിലും ഒരു ഹോട്ടലിൻ്റെ റൂമിൽ നിന്നോ അതല്ലെങ്കിൽ വാട്ടർഫോൾസിൻ്റെ അടിവശത്തായി ആ ഒരു സൈഡിലായി ഒരു ലോവർ ഒബ്സർവേഷൻ ഡെക്കുണ്ട്. അവിടെ നിന്നൊക്കെ നമുക്ക് ഈ വാട്ടർഫോൾസ് മതിവരുവോളം ആസ്വദിക്കാവുന്നതാണ്. ഇനി US വിസ ഉണ്ടെങ്കിൽ ആ കാണുന്ന റെയിൻബോ ബ്രിഡ്ജിലൂടെ കയറി US-ലെത്തി നമുക്ക് അവിടെ നിന്നുള്ള വ്യൂവും കൂടെ എൻജോയ് ചെയ്യാവുന്നതാണ്. ഈ വാട്ടർഫോൾസിൽ എപ്പോഴും റെയിൻബോ ഉള്ളതുകൊണ്ടാണ് ആ ബ്രിഡ്ജിനെ റെയിൻബോ ബ്രിഡ്ജ് എന്ന് വിളിക്കുന്നത്. US-ൻ്റെ സൈഡിൽ നിന്നുള്ള ടൂറിസ്റ്റുകളാണ് ഈ വ്യൂ എല്ലാം എൻജോയ് ചെയ്ത് അവിടെ നിൽക്കുന്നത്. പക്ഷേ ഈ 3 വാട്ടർഫാൾസിൻ്റെയും ഏറ്റവും ബെസ്റ്റ് വ്യൂ നൽകുന്നത് അത് കാനഡയുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോഴാണ്. US-ൻ്റെ ബോട്ട് ടൂറാണ് വരുന്നത്. നീല നിറത്തിലുള്ള റെയിൻകോട്ടാണ് അവിടുന്ന് വരുന്ന സഞ്ചാരികൾക്ക് കൊടുക്കുന്നത്. കനേഡിയൻ ഫാൾസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറിയ വെള്ളച്ചാട്ടമാണ് ഈ അമേരിക്കൻ ഫാൾസും അതുപോലെ ബ്രൈഡൽ വെയിൽ ഫാൾസും. ബ്രൈഡൽ വെയിൽ ഫാൾസിന് ആ പേര് കിട്ടിയത് ആ വെള്ളം ഒഴുകുന്ന അതിൻ്റെ ആ ഒരു ഷേപ്പ് കൊണ്ടാണ്. ധാരാളം പാറക്കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്നതുകൊണ്ട് തന്നെ കനേഡിയൻ ഫാൾസിൻ്റെ അത്ര സൗന്ദര്യം ഈ ഫാളുകൾക്ക് രണ്ടിനും ഇല്ല. 1960 റോജർ വുഡ്വാർഡ് എന്ന് പറയുന്ന 7 വയസ്സുള്ള ഒരു അമേരിക്കൻ പയ്യൻ ഈ വെള്ളച്ചാട്ടത്തിൽ വീണ് പോയിട്ടുണ്ട്. പക്ഷേ അവൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു കേട്ടോ. അതൊരു മിറക്കിൾ തന്നെയാണ്. എന്തായാലും ഇത് കാണാൻ വരുന്നവർ അധികം സാഹസികതയൊന്നും കാണിക്കാതെ ഇവിടെ വന്ന് ഇത് കണ്ട് എൻജോയ് ചെയ്ത് പോകുന്നതാണ് നല്ലത്. നല്ല വൃത്തിയിലും ബ്യൂട്ടിഫുള്ളുമായിട്ടാണ് ഇവിടെയുള്ള പാർക്കുകളും റെസ്റ്റോറൻറ്റും എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നയാഗ്ര ഫോൾസിലേക്ക് പ്രത്യേകിച്ച് എൻട്രി ഫീസ് ഒന്നും തന്നെ ഇല്ല. കാറിനാണ് വരുന്നതെങ്കിൽ നമുക്ക് കാറിൻ്റെ പാർക്കിംഗ് ഫീസ് കൊടുക്കേണ്ടി വരും. പല സ്ഥലങ്ങളിലായിട്ട് ധാരാളം കാർ പാർക്കിങ്ങും അവൈലബിൾ ആണ് ഇവിടെ. സൺസെറ്റിനോട് അടുക്കുന്ന സമയത്ത് വെറുതെ ഡൗൺ ടൗണിലേക്ക് ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. ഈ ഒരു സമയത്താണെങ്കിലും ധാരാളം ആളുകളാണ് കേട്ടോ ഇങ്ങോട്ട് വരുന്നത്. പകൽ പോലെ തന്നെ രാത്രിയിലെ ഇവിടുത്തെ കാഴ്ചകളും അതിമനോഹരമാണ്. ഞാൻ BC-യിലെ കിറ്റിമാറ്റിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ ഇത്രയും തിരക്കൊക്കെ കണ്ടു നടക്കുന്നതും ഒരു പ്രത്യേക രസം തന്നെയാണ്. നയാഗ്ര ഫാൾസിൻ്റെ ബെസ്റ്റ് വ്യൂ നൽകുന്ന സ്കൈലോൺ ടവറാണിത്. വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകൾ മാത്രമല്ല കേട്ടോ, ധാരാളം ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലവും കൂടിയാണ് നയാഗ്ര ഫാൾസ്.
ധാരാളം റെസ്റ്റോറൻറ്റുകളും കസിനോയും അക്വേറിയവും സിപ്പ് ലൈൻ ക്രോസിങ്ങും സൈക്ലിങ്ങും സ്റ്റേറ്റ് പാർക്കിലും അതുപോലെ ധാരാളം ട്രെയിലുകളിലൂടെയുള്ള നടത്തവും ഹൈഡ്രോ പവർ പ്ലാന്റും കേവ് വോക്കിങ്ങും റോപ്പ് കോഴ്സ് അഡ്വഞ്ചറും വൈൻ ടേസ്റ്റിങ്ങും ഫയർ വർക്ക്സും സ്കൈ വീൽ ഗോണ്ടോളയും ഗെയിമിംഗ് സ്റ്റേഷൻസ് ഒക്കെ ആയിട്ട് ധാരാളം ആക്ടിവിറ്റീസ് ആണ് നിങ്ങളെ ബിസിയാക്കി ഇരുത്താൻ വേണ്ടിയിട്ട് നയാഗ്ര ഓഫർ ചെയ്യുന്നത്. നല്ല തിരക്കുള്ളൊരു സമയത്താണെങ്കിൽ ഇതിൻ്റെ ടിക്കറ്റ് എല്ലാം തന്നെ നേരത്തെ ബുക്ക് ചെയ്തിട്ട് ഇവിടെ വരുന്നതായിരിക്കും നല്ലത്. ഈ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ കസീനോ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഇവിടുത്തെ നൈറ്റിലത്തെ കാഴ്ച ഒരു രക്ഷയും ഇല്ലാത്തതാണെന്ന്. ഇതൊന്ന് കണ്ടു നോക്കിക്കേ. രാത്രിയിൽ ഇവിടുത്തെ ലൈറ്റ് ഷോയും അതുപോലെ ഫയർ വർക്ക്സ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ധാരാളം ആളുകളാണ് ഇവിടെ എത്തുന്നത്. സമ്മർ ടൈമിനാണെങ്കിൽ ഏകദേശം ഒരു മിഡ് നൈറ്റ് വരെ ഈ ലൈറ്റ് ഷോ ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. പല കളറിലുള്ള ലൈറ്റ് ഇങ്ങനെ വെള്ളച്ചാട്ടത്തിലേക്ക് അടുപ്പിക്കുന്നതുകൊണ്ട് വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഉയരുന്ന ആ മിസ്റ്റിൽ ഈ ലൈറ്റെല്ലാം തട്ടി പ്രതിഫലിച്ച് ആ വെള്ളത്തുള്ളിൽ ഇങ്ങനെ മേലോട്ട് ഉയർന്നു പോകുമ്പോൾ ഈ വെള്ളച്ചാട്ടം കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. കാനഡയുടെ സൈഡിലുള്ള ഇല്യൂമിനേഷൻ ടവറിൽ നിന്നാണ് ഈ ലൈറ്റ് അടുപ്പിക്കുന്നത്. $269 ഈ ടൂറിൻ്റെ പാക്കേജ്. വെള്ളച്ചാട്ടങ്ങളൊക്കെ ആസ്വദിച്ച് ഒരു 3 കോഴ്സ് ഡിന്നറും അതുപോലെ തന്നെ ഈ ഇലുമിനേഷൻ ലൈറ്റ് കൺട്രോൾ ചെയ്യാനുമാണ് ഈ ടൂർ പാക്കേജിലുള്ളത്. ഈ ലൈറ്റ് ഷോ മാത്രം കണ്ടിട്ട് വേഗം ഇവിടുന്ന് പോകരുത് കേട്ടോ. മെയിൻ ഐറ്റമിന് വരാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞ മെയിൻ ഐറ്റം, ഇവിടുത്തെ ഫയർ വർക്ക്സ്. ഒരു കാരണവശാലും മിസ് ചെയ്യരുത് കേട്ടോ, അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ്. ഈ സമയത്തും ബോട്ട് ക്രൂയിസ് അവൈലബിൾ ആണ്. വാട്ടർഫോൾസും ഈ ഫയർ വർക്ക്സ് ഒക്കെ നിങ്ങൾക്ക് നയാഗ്ര നദിയിലൂടെ ഒരു ബോട്ടിൽ ചുറ്റി നടന്ന് കാണാൻ പറ്റും. നയാഗ്ര വാട്ടർഫോൾസിനെ കുറിച്ചുള്ള മറ്റൊരു കാര്യം പറയാൻ വിട്ടുപോയി. ലോകത്ത് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ജലവൈദ്യുത പദ്ധതികളിൽ ഒന്നാണ് ഇവിടുത്തെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്. യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരു കനേഡിയൻ ടൂറിസ്റ്റ് വിസയൊക്കെ എടുത്ത് ഈ പ്രകൃതിയുടെ വിസ്മയം ഇവിടെ വന്ന് കാണണം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് നിങ്ങളുടെ വിലയേറിയ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി അടുത്തയാഴ്ച കാണുന്നിടം വരെ എല്ലാവർക്കും ഗുഡ് ബൈ.